നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആശങ്കയുടെ മണിക്കൂറുകൾക്ക് ശേഷം മത്സ്യബന്ധന വള്ളങ്ങൾ തിരികെ എത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും ചൊവ്വാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയി ഇന്ന് പുലർച്ചെ തിരിച്ചെത്തേണ്ട 9 ഫൈബർ വള്ളങ്ങൾ 9:30 കണ്ടെത്തി. ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ഉള്ളവർക്ക് യഥാർത്ഥ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ ഭാവി കണ്ടെത്താനും കഴിയുള്ളൂ എന്ന പ്രശസ്ത മോട്ടിവേറ്ററും ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ NM ഹുസൈൻ കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് സംഘടിപ്പിച്ച ആദരം 2024 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ആശങ്കയുടെ മണിക്കൂറുകൾക്ക് ശേഷം മത്സ്യബന്ധന വള്ളങ്ങൾ തിരികെ എത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും ചൊവ്വാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ 9 ഫൈബർ വള്ളങ്ങൾ ഇന്ന് പുലർച്ചെ തിരിച്ചെത്തേണ്ടതായിരുന്നു. സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതിരിക്കുകയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് കോസ്റ്റൽ പോലീസ് ബോട്ടും ഫിഷറീസ് ബോട്ടും കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുമടക്കം തിരച്ചിലിനിറങ്ങിയത്. അരമണിക്കൂറിനുള്ളിൽ 4 വഞ്ചികൾ അഴീക്കോടെത്തി. ബാക്കിയുള്ള വള്ളങ്ങളും 9:30 കണ്ടെത്തി. കൃപാസാഗരം, ആഞ്ജനേയൻ, സാഫരിൻ, അൽബസ, കുട്ടിച്ചാലി 1, 2 കൊണ്ടിയാറ, സാന്ദ്ര മോൾ, പനപ്പറമ്പിൽ എന്നീ വള്ളങ്ങളും 4 വഞ്ചികളുമാണ് കാണാതായത്. ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ഉള്ളവർക്ക് യഥാർത്ഥ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ ഭാവി കണ്ടെത്താനും കഴിയുകയുള്ളൂവെന്ന് പ്രശസ്ത മോട്ടിവേറ്ററും ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ NM ഹുസൈൻ അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് സംഘടിപ്പിച്ച ആദരം 2024 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രൂപത്തിലുള്ള റെസ്പോൺസിബിൾ സിറ്റിസൺസ് എന്നൊക്കെ പറയും, ഉത്തരവാദിത്തമുള്ള പൗരന്മാർ ഇത്തരം കാര്യങ്ങളിൽ അവരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു സമൂഹം യഥാർത്ഥത്തിൽ വളരെ സജീവമാകുന്നത്, അവരുടെ വളർച്ച, ഒരു മെച്യൂരിറ്റി, പരിപക്വത പ്രാപിക്കുന്നത്. തീർച്ചയായും വളരെ സന്തോഷമുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉള്ളതായി നമുക്കറിയാം. പ്രശ്നങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള അവ്യക്തതകളുണ്ട്. ഇതെല്ലാം പാരൻസ് എന്ന നിലക്കും കുട്ടികളെന്ന നിലക്കും അധ്യാപകർ എന്ന നിലക്കും നാമെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സംസാരിക്കുന്നു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നജു അയ്യാരിൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കലാസാഹിത്യ ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് KMF സാഹിത്യ പ്രതിഭാ പുരസ്കാരം ഹൗവ ടീച്ചർക്ക് നൽകി. 12ാം വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയ കൊടുങ്ങല്ലൂർ സ്വദേശി ആരിസ് നിഹാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിറം എന്ന കവിത എഴുതി ഇപ്പോൾ 5ാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിൽ പാഠഭാഗമായി ചേർത്തിട്ടുള്ള ഏറിയാട് സ്വദേശി അമൽ ദേവിനെയും ചടങ്ങിൽ ആദരിച്ചു. താജുദ്ദീൻ PA, ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സഗീർ, ദിലീപ് സെയ്ദ്, അഷ്റഫ് വാട്ടപ്പള്ളി, AA ഷംസു, അബ്ദുള്ള നൌഷാദ്, NA റഷീദ്, മുഹമ്മദ് ഇസാഖ് കൊല്ലാട്ട് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മാളക്കുളം പരിസരത്ത് നടന്ന പ്രതിഷേധ ജ്വാല AR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധി മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വന്ന കാലം ഞങ്ങൾ ഓർത്തുപോകുകയാണ്. അന്ന് പോലീസ് എവിടെ കൈ കാണിച്ചാലും ഞാനും അഷ്റഫ് ഉൾപ്പെടെ ആ കാറിലുള്ളവർ ഞങ്ങളാരും വണ്ടി നിർത്തില്ല. അത് കഴിഞ്ഞ് പിന്നത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ഗ്രൗണ്ട് അനുവദിച്ചില്ല. യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് MR അഭിപ്രസാദ് അധ്യക്ഷനായി.
രാജീവ് ഗാന്ധി സ്ക്വയർ നവീകരണം ഉടൻ പൂർത്തിയാക്കുക, പദ്ധതി നിർവഹണത്തിലെ ഗുരുതരമായ വീഴ്ചകൾ ഉടൻ പരിഹരിക്കുക, മാളാക്കുളത്തിന് സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. എ അഷഫ്, സോയ് കോലഞ്ചേരി, ബൈജു കണ്ടപ്പശ്ശേരി, ടി കെ ജിനേഷ്, ജിയോ കൊടിയൻ, സൈഫുദ്ദീൻ നാലകത്ത്, ഡെന്നി പള്ളൻ, അജി കാവനാട്, ഉണിരാജ് PV, EJ ഷിൻഡോ, CT ഗോകുൽനാഥ് എന്നിവർ സംസാരിച്ചു. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ 829ാമത് ജന്മദിന തിരുനാൾ ആഘോഷിച്ചു. പ്രസിഡന്റി വാഴ്ചയ്ക്ക് ശേഷം രാവിലെ നടന്ന ദിവ്യബലിക്ക് ഫാദർ ക്ലോഡിൻ ബിവേരയും വൈകിട്ട് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലും മുഖ്യ കാർമ്മികരായി. പള്ളിമുറ്റത്ത് 829 കിലോ തൂക്കവും 101 അടി നീളവുമുള്ള ഭീമൻ ജന്മദിന കേക്ക് ഒരുക്കി. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അത്ഭുത പ്രവൃത്തികളും തിരുസ്വരൂപവും തീർത്ഥാടന കേന്ദ്രത്തിലെ സവിശേഷതകളും അത്ഭുതക്കിണറ്റിലെ ദിവ്യദർശനവും ദേവാലയ മാതൃകയും കേക്കിൽ ചിത്രീകരിച്ചിരുന്നു. 20 പേർ ചേർന്ന് 3 ദിവസം കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. വൈകിട്ട് കേക്ക് ആശീർവദിച്ചു. വിശ്വാസികൾ കേക്കിന് ചുറ്റുമായി 829 തിരികൾ തെളിയിച്ച് ഗായക സംഘവും വിശ്വാസികളും ചേർന്ന് വിശുദ്ധന ജന്മദിന ആശംസാഗാനം ആലപിച്ചു. തുടർന്ന് കേക്ക് മുറിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജി ആന്റണി പുത്തൻപറമ്പിൽ, സിസ്റ്റർ ബിൻസി ഫ്രാൻസിസ് കൊർപ്പശ്ശേരി, ബീനൻ താണിപ്പിള്ളി, ജോഷി പടമാട്ടുമ്പൽ, അലക്സ് പള്ളിയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. SNDP യോഗം പൊയ്യ ശാഖ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ആദരവ് എന്നിവ നടന്നു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം MK തിലകൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫോട്ടോ അനാച്ഛാദനം, ആദരിക്കൽ എന്നിവ നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് മുരുകൻ K പൊന്നത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KD വിപിൻ ജയന്തി സന്ദേശം നൽകി. KN പരമേശ്വരൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു. യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി CK സമൽരാജ്, VS ജിബീഷ്, രസ്ന ബൈജു, PK പ്രകാശൻ, VS സജീവൻ, PK ശിവാനന്ദൻ, TM സന്ദീപ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനവും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി MK ശൈലപ്പൻ ഭദ്രദീപം പ്രകാശിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വ്യക്തിത്വത്തെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ജയന്തി ദിന ആശംസകൾ നേരുകയാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ ഇതെന്തൊരു ഭ്രാന്താലയം എന്ന് അതിശയപൂർവ്വം പറയാനിടയാക്കുന്ന വിധം ജാതികളും ഉപജാതികളുമായി പിരിഞ്ഞ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നത്. അതിന് വലിയ രീതിയിലുള്ള മാറ്റം വരുത്തി യുഗപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മഹാമനീഷിയായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ കേരളീയ സമൂഹത്തിന് ഇന്നും ദിശാബോധത്തോടു കൂടിയുള്ള നേതൃത്വം നൽകി നമ്മളോടൊപ്പം ഉണ്ടാകുന്നത്. ലോക ചരിത്രത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ആദർശമാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രസരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വസാഹോദര്യം, വിശ്വമാനവികത, അതാണ് ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ചത്. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ സങ്കുചിതമായ ഇടങ്ങൾക്കപ്പുറമുള്ള വിശാലമായ മനുഷ്യത്വം, മനുഷ്യത്വം, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് ധീരമായി പ്രഖ്യാപിച്ച ആ പ്രതിഭാശാലി ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് സമഭാവന നിറയുന്ന ഒരു കേരളം വേണം എന്ന ആഗ്രഹം. കൊടുങ്ങല്ലൂർ തെക്കേ നടയിലുള്ള നവരാത്രി മണ്ഡപത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ അധ്യക്ഷനായി. പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി റാം ആദരിക്കൽ ചടങ്ങും നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ കലാസാഹിത്യ കൈക്കൊട്ടിക്കളി പ്രതിഭകൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. യൂണിയൻ കൺവീനർ PK പ്രസന്നൻ, പ്രേമാനന്ദൻ പട്ടാലി, പ്രേംദാസ് തറയിൽ, ഗിരീഷ് മേത്തല, അജേഷ് തൈത്തറ, സച്ചിദാനന്ദൻ മുല്ലങ്ങത്ത്, AK മോഹൻദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാനും കൺവീനറും അടക്കമുള്ള കമ്മിറ്റി അംഗങ്ങളും ശാഖാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, വൈദിക യോഗം യൂണിയൻ ഭാരവാഹികളും ശാഖകളിൽ നിന്നുള്ള പ്രവർത്തകരും ഘോഷയാത്രയിൽ പങ്കെടുത്തു. യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ, PK പ്രസന്നൻ, ബേബി റാം, ദിൽഷൻ കോട്ടേക്കാട്ട്, MK തിലകൻ, KD വിക്രമാദിത്യൻ, ദിനിൽ മാധവ്,
KS ശിവറാം, ഷിയ വിക്രമാദിത്യൻ, ഗീതാ സത്യൻ, രൂപ സുലഭൻ, ജലജ സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജയറാം വാഴൂരിന്റെ 4ാമത്തെ കവിതാ സമാഹാരമായ മണ്ണില്ല മുറ്റത്തെ ഒറ്റമരത്തിന്റെ പുസ്തക പരിചയം കാവ്യാസ്വാദനം ക്രിയേറ്റീവ് അസ്മ ബിയൻസിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. E.T. ടൈസൺ MLA പ്രീതി ടീച്ചർക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രതിഭാശാലികളായിട്ടുള്ള കവികൾ വളർന്നു വരുന്നു എന്നുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുക. നമുക്കറിയാം കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും അതുപോലെ തന്നെ P. ഭാസ്കരനും MN വിജയൻ മാഷും തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ സമ്മാനിച്ച സ്ഥലമാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും നമുക്കറിയാം യുവത്വത്തിൽ ചെറുപ്പകാലത്തിനുള്ളതിനേക്കാൾ കുറെ കൂടി വായന, എഴുത്ത്, നൈസർഗികമായിട്ടുള്ള കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ കഴിയുമ്പോൾ സ്വസ്ഥതയുള്ള ഒരു സമയത്തായിരുന്നു. അത് ശ്രീ ജയറാമിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രൂപ്പ് കൺവീനർ TA നവാസ് അധ്യക്ഷനായി. SN പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ മുഖ്യാതിഥിയായിരുന്നു. കവികളായ ബക്കർ മേത്തലയും സുധീഷ് അമ്മവീടും പുസ്തകാവലോകനം നിർവഹിച്ചു. PJ മുഹമ്മദ് റാഫി, ഷിലിൻ പൊയ്യാറ, ബഷീർ വടക്കൻ, സതീദേവി മേനോൻ, MS കാശി, വിശ്വനാഥൻ, മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ നിസാറിന് ചടങ്ങിൽ ഉപഹാരം നൽകി. KM സലീം, നസീർ ബാബു, റഷീദ് ഓദിക്കൽ, ആമി, സിറാജ് മർഹാൻ, അബ്ദുൽ ഗഫൂർ, ഫസൽ ഹക്ക്, ശിവരാമൻ, സിറാജ്, ഷഹന, അഡ്വക്കേറ്റ് സിറാജ്, ദേവിക, ബാബുരാജ്, കമലകുമാർ, ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ആശങ്കയുടെ മണിക്കൂറുകൾക്ക് ശേഷം മത്സ്യബന്ധന വള്ളങ്ങൾ തിരികെ എത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും ചൊവ്വാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയി ഇന്ന് പുലർച്ചെ തിരിച്ചെത്തേണ്ട 9 ഫൈബർ വള്ളങ്ങൾ 9:30 കണ്ടെത്തി. ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ഉള്ളവർക്ക് യഥാർത്ഥ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ ഭാവി കണ്ടെത്താനും കഴിയുള്ളൂ എന്ന പ്രശസ്ത മോട്ടിവേറ്ററും ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ NM ഹുസൈൻ. കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് സംഘടിപ്പിച്ച ആദരം 2024 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.